ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് KSEB ബിൽ പേയ്മെൻറ്റ്, DTH റീചാർജ്, മൊബൈൽ റീചാർജ്, അതുപോലെ മണി ട്രാൻസ്ഫർ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാം. ആദ്യം ഗൂഗിൾ പേ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ അലോ ചോദിക്കും. നമ്മളത് ആക്സസ് അലോ കൊടുക്കണം. 2 പ്രാവശ്യം അലോ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ആദ്യം നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ ഏത് ബാങ്കുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ബാങ്കിൽ നിന്നും നമുക്കൊരു SMS വെരിഫിക്കേഷൻ വരും. ഈ SMS OTP നമ്പർ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആയതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. കാനറ ബാങ്കാണ് എൻ്റെ. നമുക്കിത് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്ന് നോക്കാം. നമുക്കൊരു മൊബൈൽ നമ്പർ പേയ്മെൻറ്റ്, സുഹൃത്തിനൊരു കാശ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി സാധിക്കും. ഇതിൽ 4 തരം പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് കാണുന്നത്. നമുക്ക് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഫോൺ നമ്പർ വഴി ട്രാൻസ്ഫർ ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം, പിന്നെ സെൽഫ് ട്രാൻസ്ഫറും ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ നമ്പർ വെച്ച് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് നമ്മൾ അയക്കേണ്ട വ്യക്തിയുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. ഈ വ്യക്തിക്ക് ഗൂഗിൾ പേ എനേബിൾ ആയാൽ മാത്രമേ ഇതുവഴി അയക്കാൻ പറ്റൂ. അതായത് അയക്കേണ്ട വ്യക്തിയും ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ. രണ്ടാമത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ. അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്ത് നമുക്കൊരു അക്കൗണ്ട് നമ്പറിലേക്കും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ QR കോഡ് ഉപയോഗിച്ചും നമുക്ക് കാശ് അയക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റു സേവനങ്ങൾ മൊബൈൽ റീചാർജിങ്, DTH റീചാർജിങ്, KSEB ബിൽ പേയ്മെൻറ്റ് ഇതെല്ലാം നമുക്കിത് ഉപയോഗിച്ച് ചെയ്യാം. നമുക്കൊരു മൊബൈൽ റീചാർജ് ചെയ്ത് നോക്കാം. മൊബൈൽ റീചാർജ് എടുത്ത് ലിങ്ക് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യേണ്ട നമ്പർ എൻ്റർ ചെയ്താൽ ഏത് സർവീസ് പ്രൊവൈഡറാണെന്ന് ഓട്ടോമാറ്റിക്കായി അതിൽ കാണിക്കുകയും അതിൻ്റെ താരിഫ് റീറ്റെയിലും കാണിക്കും. അത് വെച്ച് നമുക്ക് ചെയ്യാം. KSEB ബിൽ പേയ്മെൻറ്റ് കൺസ്യൂമർ നമ്പറും അക്കൗണ്ട് നെയിമും കൊടുത്ത് നമുക്ക് KSEB ബില്ലും ഇതുവഴി പേ ചെയ്യാവുന്നതാണ്. നമ്മുടെ DTH റീചാർജ് നമ്മുടെ സബ്സ്ക്രൈബർ വഴി ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അതും ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഇതിലുള്ളത്. ലോഗൗട്ട് ചെയ്യാൻ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇതിൽ നിന്നും എക്സിറ്റ് ആയി വരാൻ. ഇത്രയുമാണ് ഇതിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ സുരേഷ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.